ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ജമ്മു കാശ്മീരിൽ ചില രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും വിട്ടുതടങ്കലിൽ ആക്കിയിരിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒരു രക്തസാക്ഷി മാർച്ച് നടത്താൻ ഒരുങ്ങവെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മാർച്ച് അനുവദിക്കാൻ കഴിയില്ല എന്ന്. 1931 ദോഗ്ര രാജാവിനെതിരെ കലാപം നടത്തിയതിൽ കൊല്ലപ്പെട്ട 22 പേരുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന നക്സ് ബന്ദ് സാഹിബിന്റെ ദേവാലയത്തിലേക്കാണ് മാർച്ച് നടത്തിയത്. ഈ അടുത്ത കാലം വരെ, അതായത് 2019 370-ാം വകുപ്പ് എടുത്തു കളയുന്നത് വരെ ഈ ജൂലൈ 13 പ്രാദേശിക അവധി ദിനമായിരുന്നു. വലിയ രീതിയിൽ തന്നെ രക്തസാക്ഷി ദിനം ആചരിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഈ 2019 ശേഷം ഈ അവധി എടുത്തു കളയുകയായിരുന്നു സർക്കാർ ചെയ്തത്. ഇങ്ങോട്ടേക്കുള്ള ഈ ദിവസത്തേക്കുള്ള യാത്രയും മറ്റു പരിപാടികളും ഒക്കെ കാലാകാലങ്ങളിൽ റദ്ദ് ചെയ്യുന്നതുമാണ്. അപ്പോഴാണ് NCPയുടെയും PDPയുടെയും ഒക്കെ നേതാക്കന്മാരും പ്രാദേശികമായ ചില പാർട്ടി പ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു മാർച്ച് അങ്ങോട്ടേക്ക് നടത്തിയത്. അതാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. അത് സംഘർഷഭരിതമാവുകയും ചെയ്തു. പ്രവർത്തകർക്കും നേതാക്കൾക്കും മർദ്ദനമേറ്റതായിട്ടാണ് ഈ നാഷണൽ കോൺഫറൻസിന്റെയും PDPയുടെയും നേതാക്കൾ പറയുന്നത്. 2019 വരെ ഈ ദിനം, അതായത് ജൂലൈ 13 എന്ന് പറയുന്ന ദിനം രക്തസാക്ഷി ദിനമായിട്ട് അവധി പ്രഖ്യാപിച്ചിരുന്നു. 2019 കേന്ദ്ര സർക്കാർ ഈ കാശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി ഇതിന് പ്രസക്തി ഇല്ലാതായി ഈ അവധി റദ്ദാക്കുകയായിരുന്നു. ഇതിനു ശേഷം പലപ്പോഴായിട്ട് ഇവിടേക്ക് ഈ ദിനം ഓർമ്മിപ്പിച്ചുകൊണ്ട് മാർച്ചും പ്രക്ഷോഭ പരിപാടികളും ഒക്കെ നടത്താൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അത് അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നാഷണൽ കോൺഫറൻസിന്റെ നേതാക്കളായ ഷൗക്കത്ത് മീർ, വക്താവായ ഇമ്രാൻ നബിദാർ, ഷഫ്തു വക്താലി, മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് അസ്ലം വാണി എന്നിവരെല്ലാം വീട്ടുതടങ്കലിലാണ് എന്നൊരു വാർത്ത കൂടി വരുന്നു. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത്തരം രക്തസാക്ഷി മണ്ഡപത്തിലേക്കുള്ള മാർച്ചുകളും അതിന്റെ ആചരണങ്ങളും എല്ലാം നടക്കില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചത്. ഇത് ലംഘിച്ച് പ്രകടനം നടത്താൻ ശ്രമിച്ചവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് നാഷണൽ കോൺഫറൻസിന്റെ PDPയുടെയും ഒക്കെ നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, ഈ ബൽഗാമിന്റെയൊക്കെ ഭീകരാക്രമണത്തിന് ശേഷം പൊതുവെ ശാന്തമെന്ന് കരുതി കാശ്മീരിലേക്ക് വീണ്ടും ഒരു കുത്തിത്തിരിപ്പുമായി, അതും 1931 കലാപത്തിൽ മരിച്ച 22 പേരുടെ ശവകുടീരത്തിലേക്ക് നടത്തുന്ന മാർച്ചാണ് ഇപ്പോൾ പോലീസും കേന്ദ്രസേനയും ചേർന്ന് തടഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.